തങ്ങളുടെ പാർട്ടിയിൽ ചേരാനുള്ള ബി.ജെ.പിയുടെ ക്ഷണം നിരസിച്ചിരിക്കുകയാണ് ഹരിയാനയിലെ കോൺഗ്രസ് നേതാവും എം.പിയുമായ കുമാരി ഷെൽജ. ഹരിയാന നിയമസഭയിലേക്കുള്ള സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് കുമാരി ഷെൽജ കോൺഗ്രസുമായി അത്ര രസത്തിലല്ല. ഇത് മനസ്സിലാക്കിയാണ് മുൻ ഹരിയാന മുഖ്യമന്ത്രിയും കേന്ദ്ര മന്ത്രിയുമായ മനോഹർ ലാൽ ഖട്ടർ ഷെൽജയെ ബി.ജെ.പിയിലേക്ക് ക്ഷണിച്ചത്. എന്നാൽ തന്നെ ഉപദേശിക്കുന്നത് ബി.ജെ.പി നേതാക്കൾ അവസാനിപ്പിക്കണമെന്ന് ഷെൽജ വ്യക്തമാക്കി. എൻ്റെ സിരകളിലോടുന്നത് കോൺഗ്രസ് രക്തമാണ്. കോൺഗ്രസിൻ്റെ ത്രിവർണ്ണ പതാക പുതച്ചാണ് എൻ്റെ അച്ഛനെ യാത്രയാക്കിയത്. ഞാനും അങ്ങനെ തന്നെയാകും മടങ്ങുക. ആജ് തക് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ ഷെൽജ വ്യക്തമാക്കുന്നു. ഷെൽജയെ ബി.ജെ.പിയിലേക്ക് ക്ഷണിച്ച മനോഹർ ലാൽ ഖട്ടർ അവഗണനയാണെങ്കിൽ ആത്മാഭിമാനമുള്ള ആരും അവിടെ നിൽക്കില്ലെന്നും അടുത്തത് എന്തെന്ന് നോക്കുമെന്നും പറഞ്ഞിരുന്നു. ഈ പ്രസ്താവനയ്ക്ക് കൂടിയായിരുന്നു ഷെൽജയുടെ മറുപടി. ഖട്ടാറിൻ്റെ പ്രസ്താവനയ്ക്ക് കോൺഗ്രസ് തന്നെ മറുപടി കൊടുത്തിരുന്നു. കുമാരി ഷെൽജ പാർട്ടിയുടെ വിശ്വസ്ത പ്രവർത്തകയാണെന്നും ബി.ജെ.പി സ്വന്തം കാര്യം നോക്കിയാൽ മതിയെന്നുമായിരുന്നു കോൺഗ്രസിൻ്റെ മറുപടി. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടാണ് ഷെൽജ അസ്വസ്ഥയാകുന്നത്. സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ട സെപ്റ്റംബർ 11 വരെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ സജീവമായിരുന്നു ഷെൽജ. എന്നാൽ തൻ്റെ അടുപ്പക്കാർക്ക് ടിക്കറ്റ് നിഷേധിച്ചെന്ന് വ്യക്തമായതോടെ പാർട്ടി പരിപാടികളിൽ നിന്നും വിട്ടുനിൽക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും ഷെൽജയ്ക്ക് ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ സിറ്റിംഗ് എം.പിമാർ മത്സരിക്കേണ്ടെന്ന നിലപാട് ഹൈക്കമാൻഡ് സ്വീകരിച്ചതോടെ ശ്രമം ഉപേക്ഷിക്കേണ്ടി വന്നു. കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക പുറത്തിറക്കുന്ന ചടങ്ങിലും കാണാതായതോടെ ഷെൽജ പാർട്ടിയുമായി അകന്നുവന്ന അഭ്യൂഹം ശക്തമായി. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ അടക്കമുള്ള പ്രമുഖ നേതാക്കൾ പങ്കെടുത്ത ചടങ്ങ് കൂടിയായിരുന്നു അത്. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ പ്രശ്നങ്ങളുണ്ടെന്ന് കുമാരി ഷെൽജ സമ്മതിച്ചു. എന്നാൽ അത് പാർട്ടിയുടെ ആഭ്യന്തര ചർച്ചകളുടെ ഭാഗം മാത്രമാണെന്നും അവർ വ്യക്തമാക്കി. പരസ്യമായി പറയാൻ കഴിയാത്ത പല ചർച്ചകളും പാർട്ടിയിൽ നടക്കും. പാർട്ടി വളരുകയാണ്. അത്തരം കാര്യങ്ങൾ ആഭ്യന്തര ചർച്ചകളുടെ ഭാഗമാണ്, ഷെൽജ പറഞ്ഞു. തൻ്റെ പോരാട്ടം വ്യക്തിപരമായ നേട്ടത്തിനല്ലെന്നും ഭാവിയിൽ കൂടുതൽ അവസരങ്ങൾ ഉണ്ടാകുമെന്നും അവർ പറയുന്നു. മുൻ മുഖ്യമന്ത്രിയും പ്രമുഖ ജാട്ട് മുഖവുമായ ഭൂപീന്ദർ സിംഗ് ഹൂഡയുടെ അടുപ്പക്കാരാണ് ടിക്കറ്റ് ലഭിച്ചവരിലേറെയും. സംസ്ഥാനത്തെ പ്രമുഖ നേതാക്കളാണ് ഷെൽജയും ഭൂപീന്ദർ സിംഗ് ഹൂഡയും. കോൺഗ്രസിൻ്റെ പ്രമുഖ ദലിത് മുഖം കൂടിയാണ് ഷെൽജ. ജൂലൈയിൽ ഇരുവരും വ്യത്യസ്ത പദയാത്രകൾ നടത്തിയപ്പോൾ തന്നെ വലിയ പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങളെത്തുമെന്ന് കരുതിയിരുന്നു. എന്നാൽ താൻ പാർട്ടിയിൽ തന്നെ തുടരും എന്ന് ഷെൽജ വ്യക്തമാക്കിയതോടെ തൽക്കാലം കോൺഗ്രസിന് ആശ്വാസമായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ തികഞ്ഞ പ്രതീക്ഷയിലാണ് കോൺഗ്രസ്. 7 ഉറപ്പുകളാണ് സംസ്ഥാനത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കുടുംബങ്ങൾക്ക് 300 യൂണിറ്റ് സൗജന്യ വൈദ്യുതി, 25 ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ, സ്ത്രീകൾക്ക് പ്രതിമാസം 2000 രൂപ, 500 രൂപയ്ക്ക് പാചകവാതകം, യുവജനങ്ങൾക്ക് 2 ലക്ഷം ഒഴിവുള്ള തസ്തികകളിലേക്ക് നിയമനം, ലഹരി വിമുക്ത ഹരിയാന സംരംഭം, 6000 രൂപ വീതം വാർദ്ധക്യ വികലാംഗ വിധവ പെൻഷനുകൾ, പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കും, പിന്നാക്ക വിഭാഗങ്ങൾക്ക് ജാതി സെൻസസ്, ക്രീമിലിയർ പരിധി 10 ലക്ഷം രൂപയായി ഉയർത്തും, കർഷകർക്ക് മിനിമം താങ്ങുവിലക്ക് നിയമപരമായ ഗ്യാരണ്ടി, വിളകൾക്ക് ഉടനടി നഷ്ടപരിഹാരം, പാവപ്പെട്ടവർക്ക് 3.5 ലക്ഷം രൂപ വിലയുള്ള 2 മുറികളുള്ള വീട് എന്നിവയാണ് കോൺഗ്രസിൻ്റെ പ്രഖ്യാപനങ്ങൾ. ഒക്ടോബർ 5-നാണ് സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ്.